എന്താ ചോദിച്ചാൽ മമ്മൂക്കയുടെ വാമ്പയർ വരുമോ നമ്മുടെ കഴിക്കട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരും. ഞെട്ടിക്കോ? ഞെട്ടിക്കും. ഹോളിവുഡിലെ ഹ്യൂ ജാക്ക്മാൻ ഞെട്ടിപ്പോണു. പുള്ളി ചെയ്തില്ല എന്റെ മുമ്പ് അവിടെയൊക്കെ നിങ്ങൾ ഹോളിവുഡ് വരെ പോകണ്ട, നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ തീർക്കാം. പിന്നെ ദുൽഖർ മമ്മൂക്കനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മമ്മൂക്കയുടെ പറ്റിച്ചിട്ട് എവിടെ പോകാൻ? ലോകയില് ഞാൻ പറ്റിക്കും. കഴിഞ്ഞ ഒന്നുമില്ലേ? ഇത്ര താല്പര്യമാണ്, ചോദ്യങ്ങളില്ല. ചോദിച്ചെന്ന് പറഞ്ഞ ചോദ്യം കൊണ്ട് തന്നെ അറിയില്ലേ? ഒന്നോ രണ്ടോ കൂടെ ആവും, നിങ്ങൾക്ക് പഠിപ്പായി. ഇന്ത്യ മൊത്തം അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ആക്ടറാണ് ആരാ? ഫഹദ് ഫാസിൽ എന്ന ആക്ടറിനെ ഇന്ത്യ മൊത്തത്തിലുള്ളവര് പുള്ളിയുടെ ആക്ടിങ്ങിന് പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മമ്മൂക്ക ആണെങ്കിൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഫാഫ കംബാക്ക് നടത്തിയപ്പോൾ റീ എൻട്രി നടത്തിയപ്പോൾ മമ്മൂക്ക ചാപ്പാക്കുരിശിന്റെ ഫസ്റ്റ് ഷോട്ട് എന്തോ കണ്ടിട്ട് ആദ്യം പറഞ്ഞ സംഭവം ചെക്കൻ കാലനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം ഫഹദ് ഫാസിൽ ആയിട്ട് ഈ സിനിമയില് രണ്ട് ലെജൻസ് വർക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സിനിമ മൂന്നാമത്തെ സിനിമ പറ്റിയ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ചാക്കോച്ചനുണ്ട്, വളരെ മര്യാദക്കാരാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ കണ്ടും നമ്മൾ കണ്ടും വളർന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിടിച്ച് നിർത്താവുന്നവരേ ഉള്ളൂ. നമ്മള് കൈവിട്ട് പോകൂല അവര്. മമ്മൂക്ക ഒരു ചോദ്യം ഇവിടെ, മമ്മൂക്ക പറഞ്ഞ അഭിമുഖങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ, കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇനിയും അഭിനയിച്ച് കൊതി മാറിയിട്ടില്ല, അഭിനയിച്ച് നിങ്ങളാണ് എന്നെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, ഒരുപാട് ഈ കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്. സിനിമ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി ആഗ്രഹിക്കണം നിങ്ങൾ രണ്ടുപേരെയും വെച്ചൊരു സിനിമ ചെയ്യണം. ഒരു എന്താ പറയുക, ഒരുപാട് സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അല്ല മോഹൻലാൽ എന്നൊരു മിത്തുണ്ട്. അപ്പം ഇനിയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കഥാപാത്രം ഉണ്ടോ സംശയമാണ്. മമ്മൂക്ക എത്രത്തോളം? എനിക്ക് സംശയമൊന്നുമില്ല, ഉണ്ട്. ഞാനിന്ന് ഇപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരവൊന്നുമല്ല. ഞാനിന്നൊരു യൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസ് മീറ്റ് കണ്ടു. ഒരുപാട് പിള്ളേർ സംസാരിച്ചു. അതിൽ ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവന് സന്തോഷവും വരുന്നു, സങ്കടവും വരുന്നു. ഞാൻ സിനിമയിൽ നന്നാവില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടൂല, എൻ്റെ അച്ഛൻ എന്തിനാണ് വെറുതെ പോകുന്നത്, നിന്നെ കളിയാക്കാനാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇയാൾക്ക് ഈ സിനിമയിൽ ചാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഇമോഷണലായി പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു മൊമെൻ്റേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സിനിമ വന്നതിന് ശേഷം സിനിമയിലുണ്ടെന്നറിയുന്ന കാലത്ത് സിനിമ അഭിനയം തുടങ്ങിയവരാണ്. ആ എക്സൈറ്റ്മെൻറ്റ്, ആ ആർത്തി, ആ ആഗ്രഹം, ആ ചെറുക്കനുണ്ട്. ഇത്രത്തോളം ആഗ്രഹമുണ്ടോ അതിപ്പോഴും എനിക്കുണ്ട്. നമുക്ക് ആ ഒരു നോട്ടിൽ അവസാനിപ്പിക്കാം. മമ്മൂക്ക പറഞ്ഞ ആ ഒരു വാക്ക് ഞാനും കടയോ പോലെ കടമെടുക്കാണ്. മമ്മൂക്കയ്ക്ക് എത്രത്തോളം